ഹായ് ഹലോ ഫ്രണ്ട്സ് ഗായ്സ് ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിതേ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മൾ അടുത്തൊരു ലോങ് യാത്രയിലേക്കാണ് പോയത്. അപ്പോൾ നമ്മളിത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആണ് എഡിറ്റൊക്കെ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേ നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാനും അനുവണ്ണും കുഞ്ഞിയും അമ്മയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഗുരുവായൂർ പോയപ്പോഴും ഞങ്ങൾ ഇത്രയും പേര് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇതേ രാത്രിയിൽ 1 മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. 12:30 1 മണി ആവുന്നു. ആ ഒരു സമയമായിട്ടുണ്ട്. കുഞ്ഞിങ്ങനെ ചെറിയൊരു മയക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 1:37 നമ്മളിതേ അവിടുന്ന് കോട്ടയത്തു നിന്ന് വിട്ട് നമ്മളിതേ നമ്മുടെ തലസ്ഥാന നഗരിയായ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിറ്റയും ചിറ്റപ്പനൊക്കെയാണ്. ചിറ്റ ഇതേ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞങ്ങളൊരു 6 മണിയോടുകൂടി അവിടെ ചെന്നു കേട്ടോ. അവർ തിരുവനന്തപുരത്ത് പ്ലാങ്കാലമുക്ക് പാപ്പനംകോടാണ് താമസിക്കുന്നത്. നമ്മൾ അവിടെ ചെന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെറിയ ചായ കുടിയും പരിപാടിയൊക്കെ ഞാൻ ചെറിയൊരു നമ്മൾ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കുളിച്ച് നല്ല എന്താ പറയുക മിടുക്കരായിട്ട് രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അനുവേട്ടം കൊണ്ടാക്കിയിട്ട് തിരിച്ച് അനുവേട്ടം ഗുരുവായൂർക്ക് പോയിട്ടോ. ഞങ്ങൾ ട്രിവാൻഡ്രത്താണ്, വേറെ ഒന്നുമല്ല, നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിയിട്ടുള്ളതാണ്. വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഈ ഒരു വർഷം, ഈ ഒരു പൊങ്കാല കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു പൊങ്കാലയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അത്രയ്ക്ക് ഇഷ്ടമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ടീച്ചർ ആൻറ്റിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ വർഷവും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാജി ടീച്ചറുടെ വീട്ടിലേക്കാണ് നമ്മൾ. അവിടുന്ന് ഉച്ചയായപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവുകയാണ്. ചിറ്റ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കി തന്നു. നമ്മൾ വയറ് നിറച്ച് 11:30 ഞങ്ങളെ ലഞ്ച് കഴിപ്പിച്ചിട്ടാണ് ചിറ്റ വിട്ടത് കേട്ടോ. അങ്ങനത്തെ ടീച്ചർ ആൻറ്റിയുടെ വീട്ടിലെത്തി. അവിടെ ഈ കട്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ. കഴിഞ്ഞ വർഷത്തേക്കാൾ എന്തായാലും അടുപ്പിൻ്റെ എണ്ണം കൂടുതലാണ്. നമ്മുടെ കോട്ടയംകാരും ഇത് ടീച്ചറുടെ 2 ഫ്രണ്ട്സായ 2 ടീച്ചേഴ്സാണ്. അവരെത്തിയിട്ടുണ്ട്. ടീച്ചർ ആൻറ്റിയാണ് ഈ നിൽക്കുന്നത് കേട്ടോ, ഈ ചുമല ചുരിദാറിട്ട്. അപ്പോൾ ടീച്ചറമ്മ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ടീച്ചറമ്മ ഞങ്ങൾക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ കരുതിയിട്ടുണ്ടാകും. അതുപോലെ വെജിറ്റബിൾ റൈസൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷത്തെ ഞങ്ങൾ ഈ ഒരു ഷോപ്പിങ്ങിന് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം എല്ലായിടത്തും ഇങ്ങനെയുള്ള കടകളാണ്. ചട്ടി, കലം, പൂജാ സാധനങ്ങൾ, അങ്ങനെ എന്ന് വേണ്ട സർവ്വ സാധനങ്ങളും അവിടെ കിട്ടും. എല്ലാവരും എന്താ പറയുക, ആ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതിനായിട്ട് തന്നെ ഉണർന്നിരിക്കുകയാണ്. റോഡിൻ്റെ 2 സൈഡിലും അമ്പലത്തിൻ്റെ ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങലും ഷോപ്പിങ്ങും പരിപാടിയൊക്കെയാണ്. അങ്ങനെ ഞങ്ങളിതേ പൂജാ സാധനങ്ങൾ കഴിഞ്ഞ വർഷം ഞാൻ കോട്ടയത്തുനിന്ന് വാങ്ങിയിട്ട് പോകുമായിരുന്നു. ഇത്തവണ ഞാൻ അങ്ങനെ ചെയ്തില്ല, അവിടെ നിന്ന് തന്നെ വാങ്ങി. എനിക്ക് തോന്നുന്നു നമ്മുടെ ചുക്കും ജീരകപ്പൊടി ഒഴികെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുന്നുണ്ട്. വലിയ റേറ്റും ഇല്ല കേട്ടോ, ഒരുപാട് പൈസയൊന്നും നമുക്കായില്ല. പിന്നെ ഇവിടുന്ന് ചുമന്ന് വലിച്ചു കെട്ടി കൊണ്ടുപോകണമെങ്കിൽ നല്ലത് എന്തായാലും അവിടെ ചെന്നിട്ട് വാങ്ങുന്നതാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. ഓൾറെഡി നമുക്ക് ഡ്രസ്സും കാര്യങ്ങളുമായിട്ട് ലഗേജൊക്കെ ഉണ്ട്. അതുപോലെ കലത്തിൽ കെട്ടാനുള്ള മാല തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ തവി സംഭവം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, പുതിയ തവി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് വാങ്ങിയില്ല. പിന്നെ കട്ട ഓൾറെഡി കഴിഞ്ഞ വർഷം നമ്മളവിടെ പൊങ്കാല ഇട്ട് കഴിഞ്ഞ് നമ്മളത് അവിടെ തന്നെ കീപ്പ് ചെയ്യും. ടീച്ചർ അമ്മയുടെ വീട്ടിൽ കീപ്പ് ചെയ്യും. അത് തന്നെ നമ്മൾ നെക്സ്റ്റ് ഇയർ എടുക്കും. പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് നമ്മൾ വേറെ കട്ട വാങ്ങി കൊടുക്കും. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സന്ധ്യയ്ക്ക് നമ്മൾ അമ്പലത്തിൽ തൊഴാൻ പോയിരുന്നു. ഇതിൻ്റെ ഇടയിൽ കുറേ ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെ നടന്നു. പകൽ നമ്മളൊരു 4-4.5 മണിക്കൂറോളം ക്യൂ നിന്നാണ് അമ്മയെ കാണാനായിട്ട് കയറിയത്. അത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. കാരണം കുഞ്ഞിന് ക്ഷേത്രത്തിൽ കയറണം തൊഴണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും അവളെ കയറ്റി തൊഴിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്താൽ പോയി. എന്തായാലും സാധിച്ചു. പക്ഷെ നല്ല തിക്കും തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ പോലീസുകാരും അവരുടെ നല്ലൊരു നിയന്ത്രണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പം കൂടാതെ ദേവിയുടെ അനുഗ്രഹത്താൽ നന്നായിട്ട് തൊഴുതിറങ്ങി. പിന്നെ രാത്രി ഇതേ പൂവൊക്കെ വാങ്ങിച്ചു. രാത്രി ഇതേ അപ്പുറത്തെ വീടിൻ്റെ എന്താ പറയുക ടെറസിൽ ഫുള്ള് ചേച്ചിമാരാണ് കേട്ടോ. ഇതുപോലെ ഓരോ വീട്ടിലും ഇതേ വെളുപ്പിന് 5 മണിയായപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ട്. എണീറ്റ ഭാഗമാണ് ഈ കാണുന്നത്. കിടന്നത് 10-12 മണിക്കാണ്. രാവിലെ ഇത് എല്ലാവരും പൊങ്കാല ഒരുക്കാനായിട്ട് നല്ല കുളിച്ച് സുന്ദരിമാരായിട്ട് ഇതേ സെറ്റൊക്കെ കൊടുത്ത് പൂവൊക്കെ വെച്ച് നല്ല പൂവും പൊട്ടും നല്ല ചിരിയോടുകൂടി, ദേവിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ നല്ല പുതിയ വസ്ത്രത്തോടു കൂടി പൂവൊക്കെ വെച്ച് ചിരിച്ച് സുന്ദരികളായിട്ട് പൊങ്കാല അർപ്പിക്കുന്നതാണ് ദേവിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം. അതുപോലെ തന്നെ എല്ലാ സ്ത്രീകളും നന്നായിട്ട് ഒരുങ്ങി എന്താ പറയുക നല്ല മിടുക്കികളായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നിന്ന് ദേവിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാനായിട്ട് നല്ല ആക്റ്റീവായിട്ട് നിന്ന് ഓരോ കാര്യങ്ങളും കല ഒരുക്കലും കട്ട വയ്ക്കലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ അടപ്പ് കാര്യങ്ങളുള്ളവർ അങ്ങനെ മൂടി വയ്ക്കുക. നമ്മൾ വാഴയില വെച്ചിട്ടാണ് മൂടി വയ്ക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ മാലയൊക്കെ കെട്ടി കലത്തിൽ ചന്ദനമൊക്കെ തൊടിയിച്ചു, കട്ടയിൽ ചന്ദനമൊക്കെ തൊടിയിച്ചു.
അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ദേവിയമ്മയുടെ അനുഗ്രഹത്താൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ സ്പെഷ്യൽ വിളക്ക് ഞാൻ ഇത്തവണ, അതായത് ഈ മാർച്ച് മാസം ആറ്റുകാൽ അമ്മയുടെ മുമ്പിൽ കത്തിക്കുക എന്നുള്ള വലിയൊരു എന്താ പറയുക കാര്യം കൂടെ സാധിച്ചു കേട്ടോ. കാരണം ആറ്റുകാൽ അമ്മയുടെ പൊങ്കാലയുടെ അന്ന് തന്നെ എനിക്ക് ആ ഒരു വിളക്ക് അവിടെ കത്തിക്കാനായിട്ട് പറ്റി, എൻ്റെ ആ ഒരു സ്പെഷ്യൽ വിളക്ക്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണ്ടവരുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഒരുപാട് പേര് ഞാൻ കത്തിക്കുന്നത് കണ്ടിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പല സ്ഥലത്ത് വെച്ചും ചോദിച്ചിട്ടുണ്ട്. വളരെ നല്ലതാണ്, വിശ്വാസം അർപ്പിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും. പിന്നെന്താ, അതേ കുഞ്ഞാണ് കേട്ടോ ഷൂട്ട് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവൾ നല്ല രീതിയിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നു. പിന്നെ കുഞ്ഞി അമ്മമ്മയും കൂടെ കൂട്ടിയിട്ട് ശർക്കര ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടികല്ല് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തി ഇടികല്ലും ഒക്കെ ഇങ്ങനെ നമ്മൾ പരസ്പരം കൈമാറിയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെയാണ് വേണ്ടത്. നമുക്കുള്ളത് ഇല്ലാത്തവർക്ക് കൊടുക്കുക, നമുക്കില്ലാത്തത് അവരിങ്ങോട്ട് തരും. പിന്നെ നമുക്ക് മറ്റ് ക്ഷേത്രങ്ങളെ പോലെയല്ല കേട്ടോ, ആറ്റുകാൽ നമുക്ക് ഒരുപാട് സമയം കിട്ടും. പൊങ്കാലയ്ക്ക് മുമ്പായാലും പൊങ്കാലയ്ക്ക് ശേഷമായാലും നമുക്ക് ഒരുപാട് സമയം കിട്ടും കേട്ടോ. ഇത് നമ്മുടെ അക്കച്ചിയാണ്, സൂര്യാൻ്റിയുടെ കൂടെയുള്ള നമ്മുടെ അപ്പച്ചിയുണ്ട്, സൂര്യാൻ്റിയുടെ ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ എല്ലാവരും. എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കയറി ആദ്യമേ തന്നെ ചിരിച്ച് കളിച്ച് പരിചയപ്പെടും, പേര് ചോദിക്കാൻ വിടും കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു തപ്പൽ വരുന്നത്. സൂര്യാൻ്റിയുടെ മോളാണ് കേട്ടോ, എല്ലാവരും ഹായ് ഒക്കെ തരികയാണ്. സൂര്യാൻ്റിക്കൊക്കെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ലതയമ്മയും അതുപോലെ തന്നെ സുജയമ്മയൊക്കെ ഉണ്ട്. എല്ലാവരുടെയും നല്ല സുന്ദരികളായിട്ട് നല്ല പച്ച സെറ്റ് സാരിയൊക്കെ കൊടുത്ത്, അതുപോലെ തന്നെ നമ്മുടെ സൂര്യാൻ്റിയുടെ മോള്, അവൾ നല്ല അടിപൊളിയായിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് കേട്ടോ. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ വർഷം അവൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത്തവണ നമ്മുടെ ഗായത്രി കുട്ടിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കുഞ്ഞി അമ്മൂമ്മയും കൂടെ ഇവിടെ ശർക്കര ഇടിച്ചു പൊടിക്കൽ കഴിഞ്ഞിട്ടില്ല. അമ്മൂമ്മയുടെ പൊടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ തീർക്കാണ്. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. കുഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര തവണ മാറിപ്പോക്കോ എന്ന് പറഞ്ഞാലും മാറിപ്പോവില്ല. അവിടെ തന്നെ ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ ആൾ ചെയ്തു തരികയും ചെയ്യും. അതിൻ്റെ ഇടയിൽ എനിക്ക് വിളക്ക് കത്തിക്കാനുള്ള ഉപ്പ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഉപ്പ് വിളക്ക്, കർപ്പൂര വിളക്ക്, വെറ്റില വിളക്കിൽ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് എൻ്റെ കവറിലുണ്ടെന്ന് വിചാരിച്ചു, അത് വാങ്ങാനായിട്ട് പോയതാണ്. അപ്പോൾ നമ്മുടെ രമചേച്ചിയും സംഘവും അവിടെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ ഇടുന്നതിന് നേരെ നോക്കിയാൽ കാണാം അവരെ, പക്ഷെ കുറച്ച് അപ്പുറത്തേക്ക് മാറിയാണ് അവരുടെ അടുപ്പ് കാര്യങ്ങളൊക്കെ. ഇതേ നമ്മളെല്ലാം ഒരുക്കി വെച്ച് ഇവിടെ എന്താ പറയുക, ലളിതാ സഹസ്രനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര റിലാക്സ് ചെയ്ത് നമുക്ക് എല്ലാം ചെയ്ത് വെച്ചിട്ട് ദേവിയെ നല്ല രീതിയിൽ മനസ്സുകൊണ്ട് സമർപ്പിച്ച് നമുക്ക് പൊങ്കാല ഇടാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. തലേ ദിവസത്തെ പർച്ചേസ് ആയിക്കോട്ടെ, പിറ്റേ ദിവസത്തെ പൊങ്കാല ഒരുക്കങ്ങളെല്ലാം നമുക്ക് ഭയങ്കര റിലാക്സ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടേക്ക് വരാനുള്ളൊരു യാത്രയിലുണ്ടാകുന്ന തിക്കും തിരക്കും, തിരിച്ചു പോകാനുണ്ടാകുന്ന തിക്കും തിരക്കും, ആ ഒരു പ്രശ്നം കാരണം, ട്രാഫിക്കും ബ്ലോക്കും കാരണം ഓരോ വർഷവും ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് പൊങ്കാലയൊക്കെ ഇടുന്നത്. അപ്പം എന്താ പറയുക, അതിൻ്റെ ആ ഒരു ക്രൗഡ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് വണ്ടി കിട്ടാനും, വണ്ടിയിൽ നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷെ നല്ല രീതിയിൽ നമ്മൾ ത്യാഗമൊക്കെ സഹിച്ച് വേണം പൊങ്കാല സമർപ്പിക്കാനായിട്ട്. അങ്ങനെ എല്ലാ രീതിയിലുള്ള ത്യാഗങ്ങളും സഹിച്ചാണ് ദേവിയമ്മയ്ക്ക് ഓരോ സ്ത്രീകളും പൊങ്കാല ഇടുന്നത്. അത് ഓരോ വ്യക്തികൾക്കും അത് അവരുടേതായ എന്താ പറയുക, പല പല രീതിയിലുള്ള സ്ട്രഗിളുകൾ അനുഭവിച്ചിട്ടായിരിക്കും, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ അനുഭവിച്ചിട്ടായിരിക്കും അവർ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അതും ഈ ഒരു പൊങ്കാല തിളച്ചു തൂവി എന്താ പറയുക പൊങ്ങി വരുന്നതിലൂടെ നമുക്ക് മാറിക്കിട്ടും. ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. അപ്പോൾ ഇത്ര ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ വിളക്ക് കൊളുത്തുന്നു, അവിടുന്ന് നമുക്ക് ദീപം കൊളുത്തി തരും, അതിൽ നിന്നാണ് ഓരോരുത്തരും പകരുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വിളക്കിൽ ഓരോരുത്തർ തിരി കത്തിച്ച് പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അടുപ്പിലേക്ക് നമ്മൾ ചൂട്ട് വെച്ചിട്ടോ വിളക്ക് തിരി വെച്ചിട്ടോ ഒക്കെ നമ്മൾ അടുപ്പിലേക്ക് തീ പകരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ദേ അപ്പുറത്തുനിന്ന് ഇങ്ങനെ വിളക്കിൽ നിന്ന് കത്തിച്ച് കിട്ടി. അത് നമ്മൾ വെച്ചിട്ട് ദേ അടുപ്പ് കത്തിച്ച് തുടങ്ങി. അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മൂടി ഒന്നും അങ്ങനെ വെക്കാൻ പാടില്ല, അതൊക്കെ മാറ്റി പിന്നെ നമ്മൾ അടുപ്പ് കത്തിച്ച് നല്ല രീതിയിൽ ആ ഒരു പൊങ്കാല എത്ര ഭംഗിയാക്കാമോ അത്രയും ഭംഗിയായി തിളച്ച്, എത്രയും വേഗം തിളച്ച് തൂവാനായിട്ടുള്ള അടുത്ത ഒരു എന്താ പറയുക, ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടും പ്രാർത്ഥനയും ആയിരിക്കും. വേറെ ഒന്നുമില്ല, നമ്മുടെ മനസ്സിലും ചുണ്ടിലും ഒക്കെ അമ്മേ നാരായണ അതുപോലെ തന്നെ ദേവീനാമങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താ പറയുക, ഇപ്പോൾ കുഞ്ഞ് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഭാഗങ്ങളൊക്കെ കിട്ടി, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിതൊന്നും ഷൂട്ട് ചെയ്യില്ല. പൊങ്കാലയ്ക്ക് അടുപ്പിൽ തീ കൊളുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്തായാലും ആ ഒരു പൊങ്കാല എത്രയും ഭംഗിയായി തിളച്ച് തൂവുക എന്നുള്ള ആ ഒരു ശ്രദ്ധയിലായിരിക്കും. എന്തായാലും ഏറ്റവും ഭംഗിയായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് നന്നായിട്ട് എന്താ പറയുക തിളച്ച് തൂവിയിട്ടോ ഭയങ്കര ഹാപ്പി. ഇവിടെ ടീച്ചറമ്മയുടെ പൊങ്കാലയാണ്. ടീച്ചറമ്മ 4 തരത്തിൽ ഉള്ള, അതായത് ഒരു ഇടാൻ പറ്റാത്ത ഒരു ഫാമിലിയിലെ
പൊങ്കാല ഇടുന്നുണ്ട്. അവരുടെ തന്നെ 3 ഇടുന്നുണ്ട്. ആ കൂടെ പൊന്നു പൊങ്കാല ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടീച്ചർ ആൻറ്റിയുടെ മോളാണ്, ഐശ്വര്യ എന്ന് വിളിക്കും. അവളെ വീട്ടിൽ വിളിക്കുന്നത് പൊന്നു എന്നാണ്. അപ്പോൾ പൊന്നും പൊങ്കാല ഇടുന്നുണ്ട്. അത് വെള്ളച്ചോറുണ്ട്, പൊങ്കാലയുണ്ട്, പിന്നെ എന്താ പറയുക മണ്ടപ്പുറ്റ് തെരളിയുണ്ട്, പിന്നെ കൂടാതെ മറ്റേ ഇടാൻ പറ്റാത്ത വീട്ടുകാരുടെ പൊങ്കാല ഇടുന്നത്, അങ്ങനെ 4 ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ രഞ്ജിനി ചേച്ചി 3 ഇടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പൊങ്കാല ഇടുന്ന ഒരുപാട് സ്ത്രീകളും നമുക്കതിലുണ്ട്. എല്ലാവർക്കും ദൈവം നല്ല ഐശ്വര്യങ്ങളും എന്താ പറയുക അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ നല്ല രീതിയിൽ നിറവേറ്റി കൊടുക്കട്ടെ. പിന്നെന്താ, എല്ലാവരും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അരിയിടയിലും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്ത് ചൂടായിക്കോട്ടെ പുകയായിക്കോട്ടെ നമ്മൾ രാവിലെ കുളിച്ചൊരുങ്ങി നിൽക്കുന്നതാണ്. വിശപ്പും ദാഹവും ഒക്കെ നമുക്ക് വരാം, പക്ഷെ ഒന്നും വരില്ല. നമ്മൾ മനസ്സും ശരീരവും ദേവിക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് കഴിയുന്ന ഈ ഒരു വലിയ കർത്തവ്യത്തിൻ്റെ ഇടയിൽ നമുക്ക് അങ്ങനെ ഒരു ക്ഷീണമേ നമ്മളെ അലട്ടത്തില്ല കേട്ടോ. അതെന്തായാലും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഓരോരോ ആൾക്കാരും വീട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ആയിട്ട് ഇവിടെ നമ്മുടെ ജയൻ ചേട്ടനും ഫാമിലിയൊക്കെ നല്ല എന്താ പറയുക മോരും വെള്ളം, ജ്യൂസ്, അങ്ങനെ ഒരുപാട് എന്താ വെറും വെള്ളം, നാരങ്ങ വെള്ളം, അങ്ങനെ പല ഐറ്റം ഇതിൻ്റെ ഇടയിൽ കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഓരോ ഗ്ലാസ് വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ രാവിലെ തൊട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്, നല്ല ചൂടുണ്ട്, വേർപ്പുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് വിശപ്പോ കാര്യങ്ങളോ വരില്ല, ക്ഷീണം വരില്ല. എന്തായാലും എനിക്ക് ഇത്തവണ പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും വർഷം ഞാൻ പൊങ്കാല ഇട്ടിട്ട് എനിക്ക് ഇത്രയും നല്ലൊരു ഫീല് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. അത്ര ഭംഗിയായിട്ട് പൊങ്കാല നല്ല രീതിയിൽ എനിക്ക് എന്താ പറയുക പൂർത്തിയായി, എന്താ പറയുക സംതൃപ്തിയോടുകൂടി കഴിഞ്ഞു എന്ന് വേണേൽ പറയാം. അപ്പോൾ എൻ്റെ തിളച്ച് തൂവിയതിന് ശേഷം അമ്മയുടെ പൊങ്കാല തിളച്ച് തൂവിക്കൊണ്ടിരിക്കുന്നു. എല്ലാം കൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ പൊങ്കാല തിളച്ച് തൂവുകയും ഒക്കെ ചെയ്തു. പിന്നെ നമ്മുടെ ചിന്നി ചേച്ചി ആണെങ്കിൽ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നതെന്നാണ് പറഞ്ഞത്. ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി, ചേച്ചിക്ക് ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വേണേൽ പറയാം. ചേച്ചി തന്നെയാണ്, ചേച്ചി പറഞ്ഞ ഒരു വാക്കാണ് ഞാനിപ്പോഴും എടുത്തു പറയുന്നത്. ഒരുപാട് ത്യാഗം സഹിച്ച് വേണം ശരിക്കും നമ്മളിത് ചെയ്യാനായിട്ട്. അതിനുശേഷമാണ് നമുക്ക് ആ ഒരു സംതൃപ്തി ഇടുന്നത്. അപ്പോൾ ചേച്ചിക്ക് പറ്റുവാണെങ്കിൽ ചേച്ചി തീർച്ചയായിട്ടും അടുത്ത വർഷവും പൊങ്കാല ഇടുമെന്നാണ് പറഞ്ഞിട്ട് പോയത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾ അത്രയും സന്തോഷത്തോടു കൂടി അത് പറയുക എന്ന് പറയുമ്പോൾ അത്ര അർപ്പണ മനോഭാവത്തോട് കൂടിയിട്ടാണ് ചേച്ചി അത് ചെയ്തത്. ആദ്യമായിട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരുപാട് ടെൻഷനും പേടിയും ഒക്കെ വരും. കാരണം എന്താകും എന്നറിയത്തില്ല. അതുകൊണ്ട് അപ്പോൾ നമ്മളിത് ഇത്രയും നാൾ എവിടെയൊക്കെ പൊങ്കാല ഇടാൻ പറ്റും അവിടെയൊക്കെ പൊങ്കാല ഇടുന്നുണ്ടെങ്കിലും നമുക്ക് ഓരോ പൊങ്കാല ഇടുമ്പോഴും പേടിയാണ് എന്താവും. പക്ഷേ ദേവിയമ്മയോടും അല്ലെങ്കിൽ ആ ഒരു ശക്തിയോടുള്ള നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ ബലത്തിൽ നമ്മളത് പൂർത്തിയാക്കുകയാണ്. അങ്ങനെ എന്താ പറയുക നമ്മുടെ പൊങ്കാല ഫൈനലി എന്താ പറയുക റെഡിയായി കഴിഞ്ഞു. നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ഇളക്കുകയാണ്. ഞാനങ്ങനെ പൊതുവേ തേങ്ങ ഇടാൻ അങ്ങനെ എന്താ പറയുക ഒരു സപ്പോർട്ട് കൊടുക്കില്ല. കാരണം അമ്മ എന്നെ നിർബന്ധിച്ച് ഇടിപ്പിച്ചാണ്. കാരണം നമ്മൾ ഇപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് നമ്മൾ കോട്ടയത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഓഫീസിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത്തവണ ആണെങ്കിൽ അതിനൊന്നും അങ്ങനെ തികഞ്ഞുമില്ല. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചീത്തയാവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പക്ഷെ ഒരു കുഴപ്പം ഉണ്ടായില്ല. അവിടെ നിന്ന് ഉണ്ടാക്കി ചൂടൊക്കെ ആറി കെട്ടി ഇവിടെ കൊണ്ടുവന്നു. നമ്മൾ നല്ല ഫ്രഷായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടെയും പൊങ്കാല ഇവിടെ പാകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ടീച്ചറമ്മയൊക്കെ ഫൈനലി നെയ്യ് ഒഴിക്കുന്ന സ്റ്റേജൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ പൊങ്കാല ഇതേ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും പൊങ്കാല തിളച്ചു തൂവുന്നു, റെഡിയാവുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അവരവരുടേതായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോവുകയാണ് പതിവ്. പക്ഷേ ഇത്തവണ നമ്മൾ തലേദിവസം പോയി തൊഴുത്തു. വേറൊന്നുമല്ല, 2 മണിക്ക് നമ്മുടെ ആറ്റുകാൽ അമ്പലത്തിൽ നട അടയ്ക്കും. എന്തോ ചന്ദ്രഗ്രഹണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു 2 മണിക്ക് നമുക്ക് നട അടയ്ക്കും. അതുകൊണ്ട് തിരക്കൊക്കെ നല്ല രീതിയിൽ തലേദിവസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാവിലെ തൊഴാൻ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ രഞ്ജിനി ചേച്ചി എന്തായാലും വന്ന പാടെ കുളിച്ചൊരുങ്ങി പോയി രാത്രിയിൽ തന്നെ തൊഴുതത് കൊണ്ട് ഞങ്ങളെല്ലാവരും ദേവിയെ തൊഴുതിട്ടുള്ളതുകൊണ്ട് ആ ഒരു സംതൃപ്തിയോട് കൂടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് എന്തായാലും പുറത്ത് നിന്ന് തൊഴാനും വിളക്ക് കൊളുത്താനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പൊങ്കാലയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ തളിക്കലേ ഉള്ളൂ കേട്ടോ പരിപാടി. അതിന് 2 മണിയാവും അവിടെ പൊങ്കാല തളിക്കാനായിട്ട്. ഞങ്ങളിങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പോകാൻ നിന്നതല്ല, ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ നിന്നതാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ക്യൂ, അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടുകാരും അതുപോലെ തന്നെ ട്രസ്റ്റുകളും ഒക്കെ ഇതുപോലെ അന്നദാന കൗണ്ടറുകൾ എല്ലായിടത്തും ഉണ്ടാവും. എവിടെ നിന്ന് വേണേലും നമുക്ക് ആഹാരം വാങ്ങിച്ച് കഴിക്കാം. എല്ലാവരും തലേ ദിവസവും ആറ്റുകാൽ പൊങ്കാലയുടെ അന്നും ഫുഡ് ഇതുപോലെ ചോറ്, വെജിറ്റബിൾ ബിരിയാണി അങ്ങനെ എല്ലാം കൊടുക്കുന്നുണ്ട്.
നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ചെന്നപ്പോഴേ വലിയൊരു ക്യൂ കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വലിയ തിരക്കാവുന്നതിന് മുമ്പ് എന്നാൽ ചോറൊക്കെ കൊണ്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് അമ്പലത്തിനടുത്തേക്ക് പോകാമല്ലോ. നമ്മുടെ ടീച്ചറമ്മയുടെ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അമ്പലത്തിലേക്ക്. ഒരു 10 മിനിറ്റ് തികച്ച് നടക്കാനില്ല, അത്ര ദൂരത്തിലാണ് അമ്പലം ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് പോകാനായിട്ട് പറ്റും. ഇതേ ആ ക്യൂ ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മളിതേ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ താഴത്തിരിക്കുകയാണ്, നല്ല റിലാക്സ് ചെയ്ത് നല്ല തണൽ കണ്ടു. അപ്പോൾ അവിടെ ഇരുന്ന് ഇതേ കുഞ്ഞിയും രഞ്ജിനി ചേച്ചി അപ്പുറത്ത് മാറി നല്ല വെയിലത്ത് കുത്തിയിരിപ്പുണ്ട്. ഞങ്ങൾ പറഞ്ഞാണ് ഈ സൈഡിൽ വെയിലില്ലെന്ന്. എന്നിട്ട് രണ്ടുപേരും കൂടെ വെയിലത്തിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ തണലത്തേക്ക് വന്നു. എന്തോ ചെയ്യാനല്ലേ. അപ്പോൾ നമ്മളിതേ നല്ല അവിയൽ, അതുപോലെ തന്നെ പൈനാപ്പിൾ പുളിശ്ശേരി, പിന്നെന്താണ് നാരങ്ങ അച്ചാർ, പിന്നെന്താ സാമ്പാറൊക്കെ കൂട്ടിയിട്ട് നല്ല ഗംഭീരമായിട്ട് കഴിച്ചു കേട്ടോ. പതിവിലും കഴിക്കുന്നതിലും ചോറ് കൂടുതലുണ്ടെങ്കിലും എനിക്കെന്തോ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം ഭയങ്കര കാര്യമാണ്. ഇത് നമ്മുടെ ജോമോളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് കണ്ടിങ്ങനെ വാവിളിച്ച് നിന്നിട്ടുള്ളതാണ്, ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ. അതാണ് ഒരു സൈഡിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ആരാണെന്ന്. ജോമോളാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിലും പലരും പറയേ അല്ലാന്ന്. പക്ഷെ ഒരുപാട് സീരിയൽ നടിമാരെയൊക്കെ എല്ലാ പ്രാവശ്യവും കാണുന്നുണ്ട്. ഇത്തവണ ഞാൻ വളരെ കുറച്ച് മാത്രമേ കണ്ടുള്ളൂ. ഇത്തവണ സിറ്റുവേഷൻ എനിക്ക് അമ്പലത്തിലേക്ക് അടുക്കാൻ പറ്റാതെ പോയ കുറച്ച് ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു, വേറൊന്നുമല്ല. പിന്നെ നമ്മൾ ഒരുപാട് പേര് വഴിപാട് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ പേരിൽ നാരങ്ങ വിളക്കും സാമ്പ്രാണി എണ്ണ കാര്യങ്ങളൊക്കെ വെച്ചു. നമ്മളിത് തിരിച്ചെത്തി ഒരു 1:30-1:45 കൂടി എത്തി. അപ്പോൾ നമ്മൾ തളിക്കാനുള്ള കാര്യങ്ങൾ കർപ്പൂരം കത്തിക്കലും ഒക്കെ നമ്മൾ ചെയ്തു. തിരുമേനി തളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പൊങ്കാലയും സമ്പൂർണ്ണമായിട്ട് തളിച്ചു. ദേവിയമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കാനായിട്ട് എല്ലാവരും നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ദക്ഷിണ കാണിക്ക പൈസ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ നമുക്ക് അടുപ്പെല്ലാം എന്താ പറയുക നമ്മൾ മാറ്റി കലമൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെക്കും കേട്ടോ. എല്ലാവർക്കും പ്രസാദമൊക്കെ കൊടുക്കേണ്ടവർ കൊടുക്കും. ഒക്കെ പാക്ക് ചെയ്ത് നമ്മൾ എടുത്ത് വെക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഇപ്പം പൊങ്കാലയൊക്കെ തണുത്തിട്ടുണ്ട്. കാരണം നമ്മളൊരു 10:30-11 കൂടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. പഴപ്പിൽ തീയൊന്നുമില്ല, ചൂടൊക്കെ ചെറുതായിട്ട് മാറും, വലിയ ചൂടൊക്കെ മാറിക്കിട്ടും. അങ്ങനെ വൈകുന്നേരം 4-4:30 ആയി. ടീച്ചറമ്മ നമുക്ക് ചായയും കാപ്പിയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ക്ഷീണമൊക്കെ മാറ്റിയിട്ട് നമ്മളിതേ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. നമ്മുടെ പൊന്നു യാത്ര പറയുകയാണ്. ഇതാണ് കേട്ടോ ടീച്ചറമ്മയുടെ മോള് ഐശ്വര്യ. അപ്പോൾ പൊന്നു യാത്രയൊക്കെ പറയണം. പോന്ന് പറഞ്ഞിട്ട് അവൾ ഓടിച്ചു വിടുകയാണ്. വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അവൾ അഡ്വക്കേറ്റാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല. ഇത് നമ്മൾ ട്രെയിനിൽ പരിചയപ്പെട്ടിട്ടുള്ള ഒരു കുഞ്ഞാണ് കേട്ടോ. കുഞ്ഞിന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ വീട്ടിൽ വിളിക്കണവർ കുഞ്ഞിന്നാണ്. ഇത് നമ്മുടെ കുഞ്ഞിയുടെ അമ്മ പ്രിയ എന്നാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ വിളിക്കണവർ പ്രിയ എന്നാണ്. അപ്പോൾ എന്തൊക്കെയോ ഒരു ആത്മബന്ധപരമായിട്ടുള്ള പോലെ തോന്നി. നമ്മൾ ട്രെയിനിൽ നമ്മുടെ എന്താ പറയുക കൂട്ടത്തിലുണ്ടായിരുന്നതാണ്. ഇവരും ട്രിവാൻഡ്രത്ത് പോയതാണ് പൊങ്കാല കാര്യത്തിനും, അതുപോലെ തന്നെ കുട്ടിക്ക് താലപ്പൊലി ഉണ്ടായിരുന്നു, അതിനൊക്കെ പോയതാണ്. അപ്പോൾ നല്ലൊരു ഫാമിലി ആയിരുന്നു, നല്ലൊരു അമ്മയും കുഞ്ഞുമായിരുന്നു. നമ്മൾ പരിചയപ്പെട്ടു, ഭയങ്കരമായിട്ട് കൂട്ടായി. ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു, മെസ്സേജ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെയും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗമൊക്കെ ഷൂട്ട് ചെയ്തത്. ലാസ്റ്റ് നമ്മൾ അവളോട് യാത്ര പറയുമ്പോൾ കുഞ്ഞിയുടെ പേര് നിവേദിത എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിയെ കൂടാതെ വേറൊരു കുഞ്ഞിയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിൽ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കുഞ്ഞിക്കും വലിയൊരു ഹായ് പറയുകയാണ് കേട്ടോ. ഇത് രണ്ടുപേരും ഭയങ്കര കമ്പനിയായി. നമ്മൾ അവസാനം യാത്ര പറയുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമാണ്. പാവോൾ കരയെ വരെ ചെയ്തു കേട്ടോ. നമുക്ക് ഒരുപാട് മിസ് ചെയ്തു കേട്ടോ അവരെ. കാരണം ഭയങ്കരമായിട്ട് നമ്മൾ ആ ഒരു 3-4 മണിക്കൂർ കൊണ്ട് നമ്മൾ ഭയങ്കര കൂട്ടായിരുന്നു. എന്തായാലും എല്ലാവർക്കും എല്ലാവരും ആശംസകൾ അറിയിക്കുന്നു. ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മൾ അടുത്ത് വെച്ചിട്ട് എന്താ പറയുക, അവിടെ വെച്ച് എടുത്തിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ വീഡിയോ കുറച്ച് ലേറ്റായി പോയി, ക്ഷമിക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ.